CSI ദക്ഷിണ കേരള മഹായിടവയിൽ ഈ നാളുകളിൽ സംഭവിച്ചിരിക്കുന്ന ചില പ്രതിസന്ധികൾ മഹായിടവയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാതിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് CSI ദക്ഷിണ കേരള മഹായിടവയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായ ഡോക്ടർ ടി പ്രവീൺ സാറിൻ്റെയും പാസ്റ്റർ പോളിൻ്റെയും വൈദികരുടെ നേതൃത്വത്തിലുള്ള ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയത്. ഈ മഹനീയമായ സംരംഭം റിപ്പോർട്ട് ചെയ്യുന്നതിന് മഹായിടവയുടെ സേവനങ്ങളെയും ശുശ്രൂഷകളെയും ജനപക്ഷത്ത് എത്തിക്കുന്നതിൽ നിർണായകമായ പങ്കാളിത്തമാണ്, പ്രോത്സാഹനമാണ് മീഡിയാസ് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മീഡിയ പ്രവർത്തകരെയും ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. CSI ദക്ഷിണ കേരള മഹായിടവക സാമൂഹ്യപരവും സാമ്പത്തികപരവും വിദ്യാഭ്യാസപരവുമൊക്കെ ആയി അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു. എന്നാൽ 1806 LMS മിഷണറിമാരുടെ പ്രവർത്തനം ആരംഭിച്ച നാൾ മുതൽ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ സഭ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും സാമൂഹ്യപരവും ആയ അടിച്ചമർത്തലിൽ നിന്ന് ഒരു സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് മിഷണറിമാർ നേതൃത്വം നൽകി ഈ സഭയുടെ ഭാഗമായി നിർവഹിച്ചിട്ടുള്ളത്. അത് സഭയ്ക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും CSI ദക്ഷിണ കേരള മഹായിടവക സമഗ്രമായ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. 1896 LMS സഭയെന്നും 1907 അത് SIUC സഭയെന്നും സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ച് എന്ന പേരിൽ ഒരു ഐക്യസഭയായി മാറ്റപ്പെട്ടു. 1947 CSI സഭയെന്നും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ CNA എന്നും 2 ഭാഗമായി പ്രൊട്ടസ്റ്റാന്റ് സഭ രൂപപ്പെട്ടു. ഏകദേശം 60 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ ഉൾപ്പെട്ട ദക്ഷിണേന്ത്യ സഭയ്ക്ക് 24 ഡയസിസുകളാണുള്ളത്. അതിലൊന്നാണ് ദക്ഷിണ കേരള മഹായിടവക. ദക്ഷിണേന്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ പട്ടക്കാരുടെയും റിട്ടയർമെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 67 ആയിരുന്നു. ഔദ്യോഗികമായി വിരമിക്കൽ പീരീഡ് 67. അത് 70 ആക്കുന്നതിന് വേണ്ടി CSI സിനഡ് എക്സിക്യൂട്ടീവ് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. ആ അമെൻമെൻറ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയിലെ ഒരു ഭാഗം ആളുകൾ അത് ശക്തമായിട്ട് എതിർത്തു. അവർ കോടതി വ്യവഹാരത്തിൽ ഏർപ്പെട്ടു. ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ആദ്യം വന്നു. അതിന് അപ്പീൽ പോയി. അപ്പീൽ പരിഗണിച്ച് വരുന്ന സമയത്ത് ദക്ഷിണേന്ത്യ സഭയിൽ ഉണ്ടായ നേതൃത്വത്തിൽ ഇരുന്ന ആളുകളെ മാറ്റുകയും 2 അഡ്മിനിസ്ട്രേറ്റർമാരെ CSI സിനഡ് തെരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങളിൽ ഹൈക്കോടതി നിയമിക്കുവാനായിട്ടിടയായി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2 അഡ്മിനിസ്ട്രേറ്റർമാർ ഭരണസാരഥ്യം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഡയസിസിൻ്റെ ഓരോ ഡയസിസിലെയും തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ദക്ഷിണേന്ത്യ സഭ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു സഭയാണ്. 3 വർഷത്തിലൊരിക്കൽ ഓരോ ഡയസിസിൻ്റെയും സിനഡിൻ്റെയും തിരഞ്ഞെടുപ്പുകൾ നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ജനാധിപത്യ പ്രക്രിയയിൽ ആളുകൾ ഏർപ്പെടുമ്പോൾ അതിനുവേണ്ടി ആ ഇലക്ഷൻ ജയിച്ചു വരുന്നതിന് വേണ്ടിയുള്ള വാശിയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചർച്ച് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ആ പ്രതിസന്ധിയിൽ അഡ്മിനിസ്ട്രേറ്റർമാർ വന്ന് ചുമതലയേറ്റെടുത്തു. അഡ്മിനിസ്ട്രേറ്റർമാർ ചുമതലയേറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഓരോ ഡയസിസിനും പ്രത്യേക ജില്ലാ ജഡ്ജിമാരെ അഡ്മിനിസ്ട്രേറ്റർമാരായിട്ട് വെക്കാനായിട്ടുള്ള നിർദ്ദേശവും കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നിലവിലിരിക്കുന്ന ഭരണ സംവിധാനങ്ങളെ പിരിച്ചുവിടുന്നതിനോ അവിടെയുള്ള ഭരണപ്രക്രിയകളിൽ ഇടപെടുന്നതിനുള്ള അവസരം കോടതി പറഞ്ഞിട്ടില്ലായിരുന്നു. കോടതി നൽകുന്ന നിർദ്ദേശം തിരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങൾ സംഘടിപ്പിച്ച് ഈ സഭയുടെ പ്രവർത്തനങ്ങൾ കുറേ കൂടെ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള ജനാധിപത്യ പ്രക്രിയ ഭംഗിയാക്കുക എന്നുള്ളതായിരുന്നു.
പക്ഷേ അഡ്മിനിസ്ട്രേറ്റർമാർ വന്നപ്പോൾ സൗത്ത് കേരള ഡയസിസിൽ അവർ ചെയ്ത് 30/5 ഒരു തീരുമാനമെടുത്തു. ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് ഫ്രാൻസിസ് തിരുമേനി, അദ്ദേഹം ഈസ്റ്റ് കേരള മഹായുടെ ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിന് ദക്ഷിണ കേരള മഹായുടെ ചുമതല നൽകിയിരുന്നു. അദ്ദേഹത്തെ മാറ്റുകയും അതോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മാറ്റി റോയ്സ് മനോജ് വിറ്റർ തിരുമേനിയെ നിയമിക്കുവാനിടയായി. അദ്ദേഹം മലബാർ ഡയസിസിലെ ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിന് ബിഷപ്പിൻ ചാർജായിട്ടുള്ള ചുമതല ഇവിടെ കൊടുക്കാനായിട്ടിടയായി. അപ്പോൾ ബിഷപ്പിൻ ചാർജായി അദ്ദേഹം ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞ് ദക്ഷിണ കേരള മഹായുടെ വകയിൽ അദ്ദേഹം വരുന്ന സമയത്ത് ഇവിടുത്തെ ഭരണപരമായ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരുന്ന ഭരണ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തിക ക്രമക്കേടുകളിലും അതേപോലെ സഭാവിരുദ്ധ പ്രവർത്തനം ഏർപ്പെട്ട് വൈദിക പട്ടം പിൻവലിച്ച 2 പട്ടക്കാർ, ഒന്ന് കാൽവിൻ-കിസ്റ്റോ, മറ്റൊന്ന് സെയിൻറ്റ് ജേവദാസ്, ഇവരുടെ നേതൃത്വത്തിലും ഈ ഡയസിസിൽ 675ഓളം സഭാ ശുശ്രൂഷകരും പട്ടക്കാരുമുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വലിയ സഭയാണ്. അപ്പോൾ ഇവരുടെ ഇടയിൽ ചില സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ 11 പേരുടെ പേരിൽ സഭാ നേതൃത്വവും സസ്പെൻഷൻ വരെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 പേര് സ്ത്രീ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഒരു 5 പേര് ട്രാൻസ്ഫറിംഗ് പോസ്റ്റിംഗ് നടത്തിയപ്പോൾ അവരെ നിയമിച്ച ഇടങ്ങളിൽ പോയി ചുമതല ഏറ്റെടുക്കാതെ മാറി നിന്ന് സഭയ്ക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ബിഷപ്പ് റോയ്സ് മനോജ് വിറ്റർ തിരുമേനി ചാർജ് എടുക്കാനായിട്ട് LMS കോമ്പൗണ്ടിൽ വരുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ LMS കോമ്പൗണ്ടിൽ അവർ വരികയും അന്നേ ദിവസം ഈ ആളുകളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കത്തീഡ്രൽ ഇടവകയെ സാധാരണ ദേവാലയമായിട്ട് പ്രഖ്യാപിക്കുവാൻ ഇടയായി. അന്ന് മീഡിയ പ്രവർത്തകരായ നിങ്ങൾ പലരും അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് ഞങ്ങളുടെ ആ പള്ളിയുടെ ടവറിൽ അവർ കയറി അവിടെ ഫിക്സ് ചെയ്തിരുന്ന ബോർഡുകളൊക്കെ അവർ തകർത്തു, താഴെയിട്ട് ചവിട്ടി അട്ടഹസിച്ച് അസഭ്യങ്ങൾ വിളിച്ചു പറയുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ദേവാലയത്തിൻ്റെ മുന്നിൽ ഒരു ശിലാഫലകം ഉണ്ടായിരുന്നു, അതിനടിച്ചു തകർത്തു, ദേവാലയത്തിന് കേടുപാടുണ്ടാക്കി. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഈ വിഷയങ്ങളുമായി സുപ്രീം കോടതി വിധി വന്നു. സുപ്രീം കോടതി വിധി വന്നപ്പോൾ റോയ്സ് മനോജ് വിറ്ററിന് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുകയും അഡ്മിനിസ്ട്രേറ്റർമാർ അദ്ദേഹത്തെ നിയമിച്ച ആ നിയമനങ്ങളെല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് അന്ന് സർക്കുലർ കൊടുക്കുവാനായിട്ടിടയായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണപരമായ കാര്യങ്ങളിൽ വീണ്ടും പ്രതിസന്ധി ഉടലെടുത്തു. അന്ന് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പ്രവേശിച്ച് അന്നാണ് വീണ്ടും സംഘർഷം ഉണ്ടായത്. ആ സംഘർഷം ഉണ്ടായ ദിവസത്തെ പ്രധാനപ്പെട്ട സബ് കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ഒരു ധാരണ എത്തിയിരുന്നു. LMS കോമ്പൗണ്ട് അവർ വിട്ടുപോകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. കാരണം അവർക്ക് അവരുടേതായ നിയമനങ്ങളെല്ലാം പിൻവലിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർമാർ തന്നെ അവർ കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അവർക്ക് അവിടെ നിൽക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഡയസിസിൻ്റെ ഭരണപരമായ കാര്യങ്ങളും നോക്കേണ്ടത് ഫ്രാൻസിസ് തിരുമേനിയുടെയും TT പ്രവീൺ സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു. പക്ഷേ അവരെ അവിടെ പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ഒടുവിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ ഉണ്ടായ ചർച്ചയിൽ 2 വിഭാഗക്കാരും അവിടെ പ്രവേശിക്കേണ്ട എന്നുള്ള ധാരണയെത്തി. തുടർന്ന് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് വീണ്ടും ചർച്ചയുണ്ടായി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ LMS കോമ്പൗണ്ട് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം വിഭാഗക്കാരും പ്രഖ്യാപിച്ചു. തീരുമാനമെടുത്തു. കളക്ടർ ഓർഡർ ഇറക്കി. കളക്ടറിൻ്റെ ഓർഡർ വന്നതിന് ശേഷം ഈ ബിഷപ്പ് റോയ്സ് മനോജ് വിറ്റർ അദ്ദേഹം ഒരു കത്ത് എല്ലാവർക്കും അയച്ചു. അദ്ദേഹം ഇല്ലാതെ ഈ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആളുകളും സംഘം ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഫീസ് നാളിത് വരെ ഏകദേശം 1 മാസത്തിൽ ആയി തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കഴിഞ്ഞ മാസം 23-ാം തീയതിയായിരുന്നു അടച്ചിട്ടത്, തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ശക്തമായ ആവശ്യം ദക്ഷിണ കേരള മഹായുടെ വക ഇങ്ങനെ അടച്ചിട്ടിരിക്കേണ്ട ഒരു സഭയല്ല. ജീവകാരുണ്യ പ്രവർത്തനം നിരവധി ഏകദേശം 4365ഓളം വരുന്ന പാലിയേറ്റീവ് കെയറിലൂടെ ക്യാൻസർ പേഷ്യൻ്റ്, അതേപോലെ കിഡ്നി സംബന്ധമായ കാര്യങ്ങൾ, കൈകാലുകൾ മുറിച്ചു മാറ്റിയ നിരവധി ആളുകൾക്ക് ഞങ്ങൾ വൈദ്യസഹായം, ഡോക്ടർമാരുടെ സേവനം അവിടെ വീടുകളിൽ ലഭ്യമാകത്തക്ക രീതിയിൽ ക്രമീകൃതമായി നടത്തിക്കൊണ്ടുവരികയാണ്. അത് CIC സഭയ്ക്കുള്ളിൽ ഉള്ളവർ മാത്രമല്ല, പാലിയേറ്റീവ് കെയറിൻ്റെ സേവനം ആവശ്യമുള്ള എല്ലാ വീടുകളിലും അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നു. 1 മാസമായി
ഈ സാധുക്കളായ പാവപ്പെട്ട ആളുകൾക്ക് മെഡിക്കൽ സഹായം എത്തിക്കാനായിട്ട് പറ്റുന്നില്ല. അവരുടെ ഇടയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജ്ജമാക്കാനായിട്ട് പറ്റുന്നില്ല. അതേപോലെ പെൻഷൻ വാങ്ങുന്ന ഏകദേശം 265ഓളം റിട്ടയർഡായ വൈദികരും അവിടെ ആശ്രിതരുമുണ്ട്. അപ്പോൾ അവർക്ക് പെൻഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ ഡയസിസിലെ ജീവനക്കാർക്ക് സാലറി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉടലെടുത്തു. മാത്രമല്ല ഇവിടെ ഞങ്ങളുടെ ഡയസിൽ ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ആത്മീയപരവും അതേപോലെ ഭൗതികപരമായ പല കാര്യങ്ങൾ, സ്കൂൾ അഡ്മിഷൻ, കോളേജ് അഡ്മിഷൻ, ഇതുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കോളേജുകളെ അഡ്മിഷൻ എടുക്കരുതെന്ന് പറഞ്ഞ് ബിഷപ്പ് താക്കീത് നൽകിക്കൊണ്ട് കത്തയക്കുവാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹം മലബാറിലെ ഒരു ബിഷപ്പാണ്. താൽക്കാലികമായ ഇവിടെ ഒരു ചാർജ് കൊടുത്തപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് ചേർന്ന് നീതിയുക്തമായ ഒരു മേൽപ്പട്ടക്കാരൻ നിലയ്ക്കുള്ള ഒരു പ്രവർത്തനം നടത്തേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം അത് നടത്തിയില്ല. ഇവിടെ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ തരത്തിലും ഭിന്നതയുണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ തമ്മിലടുപ്പിക്കുകയും വൈദികരെ ഭിന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കാണ് അദ്ദേഹം ഏർപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ശക്തമായ ആവശ്യം എന്ന് പറയുന്നത് ഓഫീസ് വളരെ വേഗം തുറന്ന് പ്രവർത്തിക്കണം. പ്രധാനം നമുക്കെല്ലാവർക്കും ഒരു കളക്ടറില്ലെങ്കിലും കളക്ടറേറ്റ് ഫംഗ്ഷൻ ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി ഇല്ലെങ്കിലും നിയമസഭ അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഫംഗ്ഷൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യം പല സന്ദർഭങ്ങളിൽ ബിഷപ്പ്മാർ ഇവിടെ കാണത്തില്ല, വിദേശത്ത് പോകാം, മറ്റു പല പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാം. ആ സമയത്തൊക്കെ ഇവിടെ പ്രവർത്തിക്കാനുള്ള ബദൽ സംവിധാനം ഈ ഡയസിൽ തന്നെ ഉണ്ട്, നിയമപരമായിട്ടുണ്ട്. അപ്പോൾ ബിഷപ്പ് ഇത്തരത്തിലുള്ള ഒരു ഉറച്ച നിലപാടെടുത്ത് ഈ സഭയുടെ ശുശ്രൂഷകളെ തടസ്സം നിൽക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി നമ്മുടെ LMS കോമ്പൗണ്ട് തുറന്ന് പ്രവർത്തിക്കുകയും അവിടെ ഉദ്യോഗസ്ഥർ 135ഓളം സ്റ്റാഫുണ്ട്. അവിടെ പ്രതിനിധി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ട്, മഹായിടയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അപ്പോൾ മഹായിട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൻ്റെ നേതൃത്വത്തിൽ സഭയുടെ ആസ്ഥാനമായ LMS കോമ്പൗണ്ട് തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ശക്തമായ ആവശ്യം.